ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ നോക്കാം. ഇതിൽ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരു ഇമേജ് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തിട്ട് അതൊരു കട്ടി കുറഞ്ഞ ക്ലോത്ത് ആണെങ്കിൽ ആ ഇമേജിന് മുകളിൽ വെച്ച് നമുക്കത് ട്രേസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ടാണെങ്കിലും വരച്ചെടുക്കാവുന്നതാണ്. ഇതിൽ ആദ്യം മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് താഴേക്ക് വലിച്ചു കുത്തുക. എപ്പോഴും മുകളിൽ നിന്ന് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നൂല് എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ തുടങ്ങിയ ഭാഗത്തു നിന്ന് തന്നെ ഒന്നുകൂടെ വലിച്ചെടുക്കുക. അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. എപ്പോഴും നമ്മൾ താഴോട്ടൊന്ന് കുത്തുക. ആ മുകളിൽ ആദ്യം അതിന് മുമ്പ് തയ്ച്ച ആ സ്ഥലത്തോട്ട് തന്നെ ഒന്നുകൂടെ കുത്തിയെടുത്തിട്ട് എപ്പോഴും നൂലിങ്ങനെ ഈ ഒരു പൊസിഷനിൽ പിടിക്കണം. അങ്ങനെ പിടിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കയറൊക്കെ പിരിഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു ഡിസൈനിൽ കിട്ടും. ഇത് സാധാരണയായിട്ട് ഡിസൈൻസിൽ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോരോ ടൈപ്പ് ചെറിയ ഇമേജസൊക്കെ വരച്ചിട്ട് ഇതുപോലെ നമുക്ക് അതിനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ഒരു പടമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഓറഞ്ച് കളറും അതുപോലെ തന്നെ ലീഫിന് ഗ്രീൻ കളറുമാണ് സെലക്ട് ചെയ്യുന്നത്. കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ വില കുറഞ്ഞ ടൈപ്പ് നൂല് നമുക്ക് കിട്ടും. അത് ഒന്നുകിൽ വെട്ട് തുണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ക്ലോത്തിലോ ഒരു 5-8 പ്രാവശ്യം ചെയ്ത് പഠിച്ചിട്ട് പിന്നെ നല്ല തുണിയിൽ ചെയ്ത് നോക്കാവുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റെം സ്റ്റിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. നമുക്ക് മിക്കവാറും ഉള്ള എംബ്രോയ്ഡറിയിലെല്ലാം ഇത് യൂസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.